ഒന്നാലോചിച്ചു നോക്കൂ, പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ തേടിപ്പോകുന്ന മോഡേൺ സയൻസും നമ്മുടെയൊക്കെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പുരാതന ആത്മീയതയും ഇവർ രണ്ടും ഒരേ വഴിയിലാണോ സഞ്ചരിക്കുന്നത്? ഇന്ന് നമ്മൾ ക്വാണ്ടം ഫിസിക്സും ബുദ്ധദർശനവും ഒരുമിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ വിസ്മയകരമായൊരിടത്തേക്കാണ് പോകുന്നത്. അപ്പോ നമുക്ക് ക്വാണ്ടം ബുദ്ധത്വത്തെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മുടെ അന്വേഷണം തുടങ്ങുന്നത്. അതായത്, ആയിരക്കണക്കിന് വർഷങ്ങൾക്കു മുൻപ് ധ്യാനത്തിലൂടെ മാത്രം കണ്ടെത്തിയ ചില പ്രപഞ്ച സത്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇന്ന് ക്വാണ്ടം ഫിസിക്സിന്റെ ലബോറട്ടറികളിൽ വീണ്ടും തെളിയിക്കപ്പെടുകയാണോ? ഈ ഒരു അത്ഭുതകരമായ ബന്ധമില്ലേ, അതാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. മനുഷ്യന്റെ ചരിത്രം നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ, സത്യമെന്താണെന്നറിയാൻ രണ്ട് വഴികളിലൂടെ സമാന്തരമായി അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന് പുറത്തേക്ക്, മറ്റൊന്ന് അകത്തേക്ക്. ഇപ്പൊ നോക്കൂ, ശാസ്ത്രം ടെലിസ്കോപ്പുകളൊക്കെ ഉപയോഗിച്ച് അങ്ങ് ദൂരെ ഗാലക്സികളുടെ രഹസ്യങ്ങൾ തേടിപ്പോയി. അതേസമയം ബുദ്ധനെപ്പോലുള്ള ജ്ഞാനികൾ എന്തു ചെയ്തു? അവർ ധ്യാനത്തിലൂടെ സ്വന്തം മനസ്സിന്റെ ആഴങ്ങളിലേക്കൊരു യാത്ര പോയി. അപ്പോൾ ഒരാൾ പ്രപഞ്ചത്തെ പുറത്തുനിന്ന് നോക്കി, മറ്റൊരാൾ അകത്തുനിന്നും. പക്ഷെ വിചിത്രമെന്ന് പറയട്ടെ, ഈ രണ്ടു വഴികളും അവസാനം ചെന്നെത്തിയത് ഒരേ ഒരു നിഗൂഢതയുടെ മുന്നിലാണ്. ആ നിഗൂഢത, അതാണ് ബോധം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കോൺഷ്യസ്നസ്. ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതാണ്. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മുടെ തലച്ചോറിലെ ന്യൂറോണുകൾ വെറും കെമിക്കൽ, ഇലക്ട്രിക്കൽ സിഗ്നലുകൾ അങ്ങോട്ടുമിങ്ങോട്ടും പാസ് ചെയ്യല്ലേ? പിന്നെങ്ങനെയാണ് നമുക്ക് സ്നേഹം, സങ്കടം, സംഗീതം ഇതൊക്കെ അനുഭവിക്കാൻ പറ്റുന്നത്? നമ്മുടെ ഈ ആന്തരിക ലോകം എങ്ങനെയാണുണ്ടാകുന്നത്? ഇതിനൊരു വ്യക്തമായ ഉത്തരം കൊടുക്കാൻ ന്യൂറോ സയൻസിന് പോലും ഇന്നും പറ്റിയിട്ടില്ല. അപ്പോ ഇതിന് ബുദ്ധന്റെ ഉത്തരം ഒരു വിശ്വാസ പ്രമാണമൊന്നുമല്ലായിരുന്നു, അതൊരു എക്സ്പെരിമെന്റൽ മെത്തേഡായിരുന്നു. അദ്ദേഹം സ്വന്തം മനസ്സിനെ അങ്ങോട്ട് ഒരു ലാബാക്കി മാറ്റി. എന്നിട്ട് ചിന്തകൾ എവിടെ നിന്നാണ് വരുന്നത്, വികാരങ്ങൾ എങ്ങനെയാണുണ്ടാകുന്നത്, ഈ ഞാൻ എന്ന് നമ്മൾ പറയുന്ന തോന്നലുണ്ടല്ലോ, അത് വെറും ഒരു മിഥ്യയാണോ? ഇതൊക്കെ അദ്ദേഹം ധ്യാനത്തിലൂടെ നേരിട്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കുകയായിരുന്നു. ശരി, ഇനി നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗത്തേക്ക് കടക്കാം. ബുദ്ധന്റെ ഈ ആന്തരിക കണ്ടെത്തലുകളും മോഡേൺ ഫിസിക്സിന്റെ കണ്ടെത്തലുകളും തമ്മിൽ ശരിക്കും ഞെട്ടിക്കുന്ന ചില സാമ്യങ്ങളുണ്ട്. എന്താണെന്ന് നോക്കാം. ബുദ്ധമതത്തിലെ ഏറ്റവും ബേസിക്കായൊരു തത്വമാണ് അനിക, അതായത് അനിത്യത. സിമ്പിളായി പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിൽ ഒന്നും പെർമനന്റ് അല്ല, എല്ലാം എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി അത്ഭുതമെന്താണെന്ന് വെച്ചാൽ, ക്വാണ്ടം ഫീൽഡ് തിയറി പറയുന്നതും ഇതേ കാര്യമാണ്. നമ്മൾ ഉറച്ചതാണെന്ന് കരുതുന്ന ഒരു കല്ലെടുത്ത് നോക്കിയാൽ പോലും അതിന്റെ ഏറ്റവും ചെറിയ തലത്തിൽ അതൊരു എനർജി ഫീൽഡിലെ ചെറിയ വൈബ്രേഷൻസ് മാത്രമാണ്. അടുത്തത് ശൂന്യത എന്ന ആശയമാണ്. ബുദ്ധമതത്തിൽ ശൂന്യത എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലായ്മ എന്നല്ല അർത്ഥം, മറിച്ച് എന്തും ഉണ്ടാകാൻ സാധ്യതയുള്ള ഇൻഫിനിറ്റ് പൊട്ടൻഷ്യലുള്ള ഒരവസ്ഥയാണ്. മോഡേൺ സയൻസ് ഇതിനെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടം വാക്വം. അതായത്, നമ്മൾ എംപ്റ്റി സ്പേസ് എന്ന് പറയുന്ന സ്ഥലം പോലും ശരിക്കും എംപ്റ്റി അല്ല, അവിടെ ഏത് നിമിഷവും പുതിയ പാർട്ടിക്കിൾസ് ഉണ്ടാകാൻ കഴിവുള്ള തിളച്ചുമറിയുന്ന ഒരു എനർജി ഫീൽഡാണ്. ഇനി പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു കാര്യമാണ്. ബുദ്ധൻ എന്താ പഠിപ്പിച്ചത്? ഈ ലോകത്തുള്ളതെല്ലാം തമ്മിൽ ഭയങ്കരമായൊരു ബന്ധമുണ്ട്, ഒന്നിനും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഇതിന്റെ ഏറ്റവും വിചിത്രമായൊരു സയന്റിഫിക് പ്രൂഫാണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ്. സംഭവം ഇതാണ്: രണ്ട് പാർട്ടിക്കിൾസ് ഒരിക്കൽ കണക്റ്റഡ് ആയാൽ പിന്നെ അവയെ ഈ പ്രപഞ്ചത്തിന്റെ രണ്ടറ്റത്ത് കൊണ്ടുപോയി വെച്ചാലും ഒന്നിലെന്ത് മാറ്റം വന്നാലും അതേ നിമിഷം തന്നെ മറ്റേതും റിയാക്ട് ചെയ്യും. എല്ലാം ഒന്നാണ് എന്ന ആ പഴയ അറിവിന്റെ ഒരു സയന്റിഫിക് എക്കോ പോലെയല്ലേ? ഈ കാണാൻ പറ്റാത്ത ബന്ധങ്ങളെക്കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീനെ പോലുള്ളവർ വരെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്: മോഡേൺ സയൻസിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റിയ ഏതെങ്കിലും ഒരു മതമുണ്ടെങ്കിൽ അത് ബുദ്ധമതമായിരിക്കും. ഇപ്പോൾ ഈ വാക്കുകൾക്ക് കുറച്ചുകൂടി ആഴം തോന്നുന്നുണ്ടല്ലേ? ക്വാണ്ടം ഫിസിക്സിലെ ഏറ്റവും വിചിത്രമായ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് ഒബ്സർവർ ഇഫക്റ്റ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മളൊരു പാർട്ടിക്കിളിനെ നോക്കുന്നതിനു മുൻപ് അത് ഒരുപാട് സാധ്യതകളായി ഒരേ സമയം നിലനിൽക്കും. പക്ഷെ നമ്മളതിനെ അളക്കാൻ ശ്രമിക്കുന്ന ആ നിമിഷം ആ സാധ്യതകളെല്ലാം പോയിട്ട് അതൊരൊറ്റ റിയാലിറ്റിയായി മാറും. ഇതിന്റെ അർത്ഥമെന്താ? നമ്മൾ, അതായത് നിരീക്ഷകൻ, റിയാലിറ്റിയെ ഉണ്ടാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചോദ്യം: ഈ ഒബ്സർവർ ഇഫക്റ്റ് എന്ന ആശയം നമ്മുടെ സ്വന്തം മനസ്സിൽ പ്രയോഗിക്കാൻ പറ്റുമോ? നമ്മുടെ ബോധത്തിന്, നമ്മുടെ കോൺഷ്യസ്നെസ്സിന്, നമ്മുടെ ഉള്ളിലെ ലോകത്തെ മാറ്റാൻ കഴിയുമോ? യെസ്, തീർച്ചയായും കഴിയും. അതിന്റെ തെളിവാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി,
അതായത് നമ്മൾ ഒരേ കാര്യം വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ പുതിയ വഴികൾ, അതായത് ന്യൂറൽ പാത്വേകൾ ഉണ്ടാകും. മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ മനഃപൂർവ്വം നമ്മുടെ ശ്രദ്ധയെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും തലച്ചോറിന്റെ ഘടനയെ തന്നെ മാറ്റുകയാണ്. ക്വാണ്ടം ലോകത്ത് ഒരു ഒബ്സർവേഷൻ റിയാലിറ്റിയെ മാറ്റുന്നത് പോലെ നമ്മുടെ ശ്രദ്ധ നമ്മുടെ ഉള്ളിലെ റിയാലിറ്റിയെ, നമ്മുടെ ബ്രെയിനിനെ തന്നെ മാറ്റുന്നു. അപ്പോ ഈ ആശയങ്ങളൊന്നും വെറും പേഴ്സണൽ ലെവലിൽ ഒതുങ്ങുന്നില്ലാട്ടോ. ഇതിന് നമ്മുടെ സമൂഹത്തിലും ടെക്നോളജിയിലുമൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാം കണക്റ്റഡ് ആണ്, ഒന്നും പെർമനന്റ് അല്ല എന്നൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ ജാതി പോലെയുള്ള സോഷ്യൽ ഡിവിഷൻസ് എത്രത്തോളം അർത്ഥമില്ലാത്ത കാര്യങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാവും, അല്ലേ? ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യമൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മളുണ്ടാക്കുന്ന AI-യിലേക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് എന്തൊക്കെ ധാർമ്മിക പ്രശ്നങ്ങളുണ്ടാക്കാം. അതിനെ ഒരു ആൽഗോരിതം കർമ്മം എന്ന് വേണമെങ്കിൽ പറയാം. ചുരുക്കി പറഞ്ഞാൽ, ടെക്നോളജി ഇങ്ങനെ റോക്കറ്റ് പോലെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലെ വിവേകവും അതിനൊപ്പം വളർന്നില്ലെങ്കിൽ പണിയാവും. അപ്പോ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: നമ്മുടെ ബോധത്തിന്, നമ്മുടെയെല്ലാം കൂട്ടായ ശ്രദ്ധയ്ക്ക് റിയാലിറ്റിയെ തന്നെ ഉണ്ടാക്കാനൊരു കഴിവുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ചേർന്ന് ഏത് തരം ലോകമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ചിന്ത ഇവിടെ നിർത്തുന്നു. ഒന്ന് ആലോചിച്ചു നോക്കുക.